പയ്യന്നൂർ നഗരസഭയിലെ 46ാമത്തെ വാർഡിലെ സ്ഥാനാർത്ഥിയായ TK നിഷാദ് ഇപ്പോൾ അദ്ദേഹം ഒരു കേസിലെ പ്രതിയായി കോടതി ശിക്ഷിച്ചിരിക്കുകയാണ്. പോലീസിനെതിരെ ബോംബെറിഞ്ഞ കേസുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് ഇപ്പോൾ TK നിഷാദിനെ നന്ദകുമാറിനെ അടക്കം പോലീസിൻ്റെ കൃത്യമായിട്ടുള്ള FIR ഉണ്ടായിരുന്നു. നമുക്കറിയാം, ജനപ്രാതിനിധ്യ നിയമപ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്നവർ ക്രിമിനൽ കുറ്റത്തിൽ ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിൽ, അവർ ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് ഒരിക്കലും ആ സ്ഥാനത്ത് തുടരാൻ കഴിയില്ല. എന്തെങ്കിലും രീതിയിൽ CPIMന് തിരുത്താൻ നടപടിയുണ്ടോ എന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയോടും മറ്റുമായി ചോദിക്കുമ്പോൾ അവർ തിണ്ണമിടുക്കിൻ്റെ രാഷ്ട്രീയമാണ് കാണിക്കുന്നത്. നമുക്കറിയാം കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആരാണെന്ന്. തിണ്ണമിടുക്കിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മാത്രം കാട്ടിക്കൊള്ളുന്ന ഒരു നേതാവ്, ഒരു രീതിയിലും ഒരു മാന്യതയും സഭ്യതയും വെച്ച് പുലർത്താത്ത നേതാവ്. അതാണ് KK രാഗേഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലോട അടിയട എന്നുള്ള രീതിയിലുള്ള അസഭ്യമായ രീതിയിലുള്ള വർത്തമാനം പറയുന്ന വ്യക്തി. സ്വാഭാവികമായും മോന്തായം വളഞ്ഞാൽ അത് എങ്ങനെയൊക്കെ ആയിരിക്കും ബാധിക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുതന്നെയാണ് കണ്ണൂർ രാഷ്ട്രീയത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. TK നിഷാദിനെതിരെയുള്ള ഈ ഒരു ശിക്ഷാ നടപടി അത് വലിയ തോതിൽ കണ്ണൂർ ജില്ലയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ ലെവലേശമില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം CPIM അവിടെ ഭയപ്പെടുത്തിയും പേടിപ്പിച്ചും ഇതിനോടകം തന്നെ ചില വാർഡുകൾ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് അത്? കൃത്യമായും എല്ലാ തരത്തിലും ഭീഷണിയുടെ സ്വരത്തിലാണ്. ഭീഷണിപ്പെടുത്തി അവിടെ എതിർ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് വിജയം ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക കള്ള രീതിയിലൂടെ തള്ളിക്കളയുന്നു. ഇതൊക്കെയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കണം, കണ്ണൂർ ജില്ലയിൽ പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന സകല മേഖലകളിലും വലിയ തോതിലുള്ള മുൻതൂക്കം നേടിയെടുത്താണ് K സുധാകരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. അതും 1,00,000 മേൽ ഭൂരിപക്ഷത്തിന് എന്ന് ഓർക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യം എന്തുമാത്രം വലുതായിരുന്നു എന്നും അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ഇറക്കാൻ മാറിയ കളികൾ കളിച്ചവർ ഏതൊക്കെ രീതിയിൽ ഇനി അനുഭവിക്കാൻ കിടക്കുന്നു എന്നുള്ളതും മനസ്സിലാക്കുന്നത്. MV ഗോവിന്ദൻ്റെ മൊറാഴ അടക്കമുള്ളിടത്ത് സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ LDFന് വേണ്ടി ജയിക്കുകയാണ്. ഒന്ന് ആലോചിക്കൂ, ആന്തൂർ നഗരസഭയിൽ പല വാർഡുകളിലും എതിരില്ലാതെ ജയിക്കുന്ന അവസ്ഥ. MV ഗോവിന്ദൻ്റെ ഭാര്യയാണ് ആന്തൂർ നഗരസഭയിൽ മുമ്പ് ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ അവിടെ ഒരു വ്യവസായിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയം കേരളക്കരയെ ആകെ നടുക്കിയത്. വ്യവസായിയായ സാജനുമായി ബന്ധപ്പെട്ട വിഷയം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോഴിതാ പോലീസിനെതിരെ ബോംബേർ നടത്തിയ വ്യക്തിയെക്കുറിച്ച് പോസ്റ്ററുകളിൽ എഴുതിയേക്കുന്ന സമരനായകൻ. ഇങ്ങനെയാണോ സമരം നടത്തുന്നത്? പോലീസുകാരെന്താ മനുഷ്യരല്ലേ? അവരെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നവർ. അവിടുത്തെ ക്രമസമാധാന അന്തരീക്ഷം എത്രത്തോളം ഭയാനകമാണ്. അവിടെ ക്രമസമാധാനം നിലനിർത്തേണ്ടത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് നമുക്കറിയാം. മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ കേസ് പിൻവലിപ്പിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവി നശിക്കണ്ട എന്നോർത്ത് ആ വ്യക്തിയെ അറിയില്ല എന്ന് സാക്ഷാൽ ഉമ്മൻചാണ്ടി കോടതിയിൽ പറയുന്ന കാഴ്ചയുണ്ടായി. തനിക്കങ്ങനെ അറിയില്ല, എന്നാൽ ഉമ്മൻചാണ്ടി തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് ആരാണ് തനിക്കെതിരെ കല്ലെറിഞ്ഞത് എന്നുള്ളത്. ഇതാണ് കോൺഗ്രസും CPIMും തമ്മിലുള്ള പ്രഥമ വ്യത്യാസം.